ഹലോ മച്ചാന്മാരെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബസ്സിൻ്റെ ലിവറിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ലിവറി മീൻസ് ഗ്രാഫ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടെംപ്ലേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ചെല്ലുക. അതിൻ്റെ മോഡ് ടെംപ്ലേറ്റ് മീൻസ് വൈറ്റ് ലിവറി. ഓക്കെ, ബസ്സിൻ്റെ വൈറ്റ് ലിവറിയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരെ യൂട്യൂബിൽ പോയിട്ട് മോഡിൻ്റെ പേരും പിന്നെ വൈറ്റ് ലിവറി കൂടിയെന്ന് വൈറ്റ് ലിവറി എന്നും കൂടി അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിവറിയും കാര്യങ്ങളൊക്കെ ഓരോ വീഡിയോസിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും, അതിനുശേഷം ബെല്ലൈക്കൻ ഓളിലിടൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ മച്ചാന്മാരെ, ഇതിൻ്റെ ഗ്രാഫും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നേരെ ക്രോം ബ്രൗസറിലേക്ക് കയറുക. ക്രോം ബ്രൗസറിലേക്ക് കയറിയതിന് ശേഷം നിങ്ങൾ നേരെ കാർ വാർപ്പ് ഡിസൈൻസ് എന്ന് പറഞ്ഞിരിക്കുക, ഡിസൈൻ. അപ്പോൾ ഇഷ്ടംപോലെ ഗ്രാഫ് ഇങ്ങനെ വരും ഗൈസ്. അതിൻ്റെ മേളിൽ നിങ്ങൾ ലോങ് പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഡൗൺലോഡ് ഇമേജ് ഞെക്കിയാൽ മതി ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്രാഫ് ഇതുപോലെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ലിവറി എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ മച്ചാന്മാരെ, ലിവറി എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ പിക്സാർട്ട് ആപ്പും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഏത് ലിവറിയാണോ ഇവിടെ എഡിറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ ആ മോഡിൻ്റെ ടെംപ്ലേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നേരെ ഇതിലോട്ട് അപ്ലോഡും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഓക്കെ, അപ്പോൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിന് ആഡ് ചെയ്യാനുള്ള ഗ്രാഫ് നമ്മുടെ ഗാലറിയിൽ പോയി എടുക്കുക. ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ക്രോപ്പ് ബട്ടനെ വെക്കുക. ഇതെന്താണ്? ഓക്കെ, അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ക്രോപ്പ് ബട്ടനെ ഞെക്കിയതിന് ശേഷം ഇതൊന്ന് നൈസായിട്ട് ക്രോപ്പ് ചെയ്യുക. ഞാൻ ക്രോപ്പ് ചെയ്യുന്ന പോലെ തന്നെ ക്രോപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ലിവറിയിലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് ലിവറിക്ക് അനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് ഇത് അപ്പർ സൈഡിൽ അത് മാറിപ്പോവും. ഓക്കെ, അപ്പോൾ നമ്മളിത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തതിന് ശേഷം നമ്മൾ ബ്ലെൻഡ് ഓപ്ഷനിൽ പോയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടുന്നതാണ്, നമുക്ക് ഗ്രാഫ് അവിടെ അപ്ലൈ ആയി കിട്ടും. അതിനുശേഷം നമ്മൾ ഇറേസ് ബട്ടൺ ഞെക്കുക. ഇറേസ് ബട്ടൺ ഞെക്കിയതിന് ശേഷം ആ എക്സസ് വരുന്ന ആ വീൽ കപ്പിൻ്റെ അവിടത്തേക്ക് ഭാഗത്ത് ആ ഗ്രാഫും കാര്യങ്ങളൊക്കെ നമ്മൾ ഇറേസ് ചെയ്ത് കളയണം. ഓക്കെ, ഇറേസ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത ഭാഗവും ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇപ്പം ഞാൻ കാണിച്ചതുപോലെ തന്നെ ആ ഭാഗവും ഇതുപോലെ തന്നെ ഫോട്ടോ ആഡ് ചെയ്തിട്ട് ഗ്രാഫ് ആഡ് ചെയ്തിട്ട് ചെയ്തെടുക്കണം. ഓക്കെ, ആഡ് ഫോട്ടോ, ഗ്രാഫ് ആഡ് ചെയ്തു. ബ്ലെൻഡാ, ക്രോപ്പല്ലേ, ക്രോപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും അവിടെ തന്നെ കൊണ്ടുപോയിട്ട് നമ്മളൊന്ന് ഇപ്പുറത്തേക്ക് ആക്കണം, ഇപ്പുറത്തെ സൈഡിലേക്കൊന്ന് ആക്കണം. ഇതുപോലെ ഇപ്പുറത്തെ സൈഡിലേക്ക് ആക്കിയിട്ട് വേണം നമ്മളവിടെ പ്ലേസ് ചെയ്യാനായിട്ട്. ഓക്കെ ഗൈസ്, നിങ്ങളത് മറന്നു പോകരുത്. ഇതുപോലെ കറക്റ്റ് പ്ലേസ് ചെയ്തതിന് ശേഷം ബ്ലെൻഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുക. പിന്നെ എക്സസ് വരുന്ന ഭാഗം ഇറൈസ് ചെയ്ത് റിമൂവ് ചെയ്യുക. ഓക്കെ, അതവിടെ റിമൂവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അത് നമ്മൾ ടിക്ക് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ആഡ് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുന്നു. ആഡ് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഗ്രാഫ് സെലക്ട് ചെയ്ത് ആഡ് ഞെക്കുന്നു. അതിനുശേഷം വീണ്ടും നമ്മൾ ക്രോപ്പ് ചെയ്തിട്ട് ബാക്ക് ഭാഗത്ത് സെറ്റ് ചെയ്യാൻ പാകത്തിന്, മീൻസ് ബസ്സിൻ്റെ ബാക്ക് സൈഡിൽ സെറ്റ് ചെയ്യാൻ പാകത്തിന് ക്രോപ്പ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഞാനിപ്പോൾ സെറ്റ് ചെയ്യുന്നത് പോലെ നമ്മളിപ്പോൾ ബാക്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്, ബാക്കിലെ ഗ്രാഫ്. ഓക്കെ, നേരത്തെ അപ്പുറത്ത് ചെയ്ത പോലെ തന്നെ ഇപ്പുറത്തും ഇതുപോലെ എൻ്റെ ഐഡിയ പ്രകാരം ഞാൻ ഇതുപോലെ ചെയ്യുകയാണ്. നിങ്ങൾക്കും
അപ്പോൾ നിങ്ങളുടെ ഐഡിയ പ്രകാരം ഇതുപോലെ ബാക്കിലെ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനത് ബ്ലെൻഡ് കൊടുത്തു. ഓക്കെ, സൈഡിൽ ആ ഒരു ഇത്തിരി അവിടെ AC യുടെ ഭാഗത്ത് മുട്ടി നിൽപ്പുണ്ട്. ഓക്കെ, അത് നമ്മൾ ക്ലിയറാക്കി. താഴത്തെ ഭാഗവും ക്ലിയറാക്കി. ഓക്കെ, അത് ടിക്ക് കൊടുത്ത് ഇനി അതുപോലെ തന്നെ അടുത്ത അപ്പുറത്ത് ആ ഹൈറ്റായിട്ട് നിൽക്കുന്ന സ്ഥലം നമുക്ക് അതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഓക്കെ, ക്രോപ്പ് ചെയ്തു, അല്ല ഫോട്ടോ ആഡ് ചെയ്ത് ക്രോപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്തു. ക്രോപ്പ് ചെയ്തു, ബട്ടൺ അമർത്തി ഇനി അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് ആക്കണം. അപ്പുറത്തെ പിടിച്ച് ഡ്രാഗ് ചെയ്ത് ഇപ്പുറത്തോട്ടിട്ട് നമ്മൾ താഴെ പ്ലേസ് ചെയ്യണം. ഓക്കെ, പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അപ്പുറത്ത് ചെയ്തതിന് കറക്റ്റാക്കി തന്നെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ഇപ്പുറത്ത് ചെയ്യാൻ, അല്ലെങ്കിൽ മാറിപ്പോയി കഴിഞ്ഞാൽ അലമ്പാവും. മീൻസ് അപ്പുറത്തേതുമായിട്ട് യോജിച്ച് അതിൻ്റെ ബാക്കി ഇപ്പുറത്ത് നിൽക്കുന്ന പോലെ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ മനസ്സിലായില്ല, അല്ലെങ്കിൽ അത് അലമ്പാകും. ഞാൻ ഇപ്പം ഇവിടെ ചെയ്തത് നൈസായിട്ട് അലമ്പായിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കണം. ഇറേസ് ചെയ്ത് കൊടുത്ത്, അല്ല ഞാനിപ്പോൾ ഡിസ്ക്രൈബ് ചെയ്യുക, ബാക്ക് അടിച്ചിട്ട് ഒന്നും കൂടി രണ്ടാമത് കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഗൈസ്. അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഏകദേശമൊക്കെ അപ്പുറത്തായിട്ട് സാമ്യത തോന്നുന്നുണ്ട് അല്ലേ? ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ പരമായിട്ട് ഡിസൈനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ലിവറി എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരികയാണ്. ഓക്കെ, അല്ല നമ്മൾ ലിവറി എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ അതവിടെ സെറ്റായിട്ടുണ്ട്. നമുക്കിനി ചെയ്യാനുള്ളത് ഇനി നേരെ വീണ്ടും ആഡ് ഫോട്ടോയിലോട്ട് തന്നെ പോകണം. വീണ്ടും ആഡ് ഫോട്ടോ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു ഫോട്ടോ, ആ ഗ്രാഫിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. ആഡ് വീണ്ടും ക്രോപ്പ് ചെയ്യുന്നു. നമുക്കിനി അവിടെ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലത്തെ ബോണറ്റ് ഇല്ലേ, തുറക്കുന്ന ഭാഗം, അവിടെയാണ് ഇത് നമുക്കിനി ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ട് ഇറേസ് ചെയ്ത് കറക്റ്റ് ചെയ്യണം. ഓക്കെ, ഇതുപോലെയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ കറക്റ്റായിട്ട് തന്നെ വെച്ച് ബ്ലെൻഡ് ചെയ്തിട്ട് ഇറേസ് ചെയ്യണം കേട്ടോ ഗൈസ്, അല്ലെങ്കിൽ അത് മെനകേടായിട്ട് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടൊക്കെ തള്ളിയിരിക്കും. ലിവർ നമ്മൾ വണ്ടിയിൽ ആഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ സൈഡിൽ അതിൻ്റെ പാർട്ട് ഇങ്ങനെ എറിച്ച് നിൽക്കും. ഇതുപോലെ കണ്ട സൈഡിൽ കണ്ട, അതുപോലെ നമ്മുടെ വണ്ടിയിൽ ആഡ് ചെയ്യുമ്പോഴും വരും. നമ്മൾ കറക്റ്റായിട്ട് ഇറേസ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതുപോലെ കറക്റ്റായിട്ട് ഇറേസ് ചെയ്ത് കൊടുക്കണം. സൈഡിൽ മൊത്തം കളഞ്ഞേക്കാം. അപ്പോൾ ഫ്രണ്ടിലത്തെ ബോണറ്റ് എന്ന് തന്നെയല്ലേ ഗൈസ് അതിന് പറയണേ, എനിക്ക് അങ്ങനെ അതൊന്നും എൻ്റെ പേരൊന്നും അറിയത്തില്ല. ഓക്കെ, അത് കറക്റ്റ് ടിക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യാം. ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് L ടൈപ്പ് ചെയ്യണം. ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം L ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ടിക്ക് ചെയ്ത് ലൈറ്റിനും കാര്യങ്ങളിലൊക്കെ നമ്മളെ നിയോൺ ലൈറ്റിനും കാര്യങ്ങളൊക്കെ ബ്ലെൻഡ് ചെയ്ത് ഇത് കൊടുക്കണം. ബ്ലെൻഡ് ചെയ്ത് എന്ത് കൊടുക്കണം? ബ്ലെൻഡ് ചെയ്ത് കളർ കൊടുക്കണം. കറക്റ്റ് ചെയ്ത് പ്ലേസ് ചെയ്യാൻ നമ്മൾ കറക്റ്റായിട്ട് അവിടെ ക്രോപ്പ് ചെയ്ത് ചെറുതാക്കി വെച്ച് കൊടുത്തിട്ട് ഓക്കെ വെച്ചിട്ടുണ്ട്. ഇനി അത് കളർ ആഡ് ചെയ്യണം. കളറിൻ്റെ സെക്ഷനിൽ പോയിട്ട് ഗ്രീൻ കളർ ആഡ് ചെയ്യുന്നു. ബ്ലെൻഡിൽ പോയിട്ട് ബ്ലെൻഡ് ചെയ്യുന്നു. മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ആവശ്യമില്ലാത്ത, നമ്മുടെ ഐഡിയ അനുസരിച്ച് ആവശ്യമില്ലാത്ത സംഭവങ്ങളൊക്കെ ഇറേസ് ചെയ്ത് പഴയ ആ ഒരു വെള്ള തീമിലേക്ക് തന്നെ ആക്കാവുന്നതാണ് ഗൈസ്. ഓക്കെ, ഞാനിവിടെ ഫ്രണ്ട് ലിപ്പ് അതിൻ്റെ ആ ഒരു സംഭവം വൈറ്റ് ആക്കുകയാണ്.
അപ്പോൾ മച്ചാന്മാരെ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയപരമായിട്ട് തന്നെ നിങ്ങൾക്ക് ലിവറിങ് കാര്യങ്ങളൊക്കെ ഇതുപോലെ തന്നെ ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ് മച്ചാന്മാർ. ഓക്കെ, അപ്പം ഞാൻ ഓവർ പറഞ്ഞ് ഇതാക്കുന്നില്ല. ഇനി വീഡിയോ സ്പീഡിലായിരിക്കും പോകുന്നത്. നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പോൾ മച്ചാന്മാരെ ഇതുപോലത്തെ അടിപൊളി വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതുപോലെ അടിപൊളി വീഡിയോസ് കിട്ടാനായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണം ഓളിലിടണം. ഓക്കെ കേട്ടോ. അപ്പോൾ ഇതുപോലെ അടിപൊളി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനിയും നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ എഡിറ്റ് ചെയ്യുന്ന ഭാഗത്ത് എൻ്റെ വോയിസ് കയറ്റാതിരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വോയിസിൻ്റെ ആവശ്യമില്ല. ഓക്കെ, വോയിസും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലെങ്ത് ഒരുപാട് കൂടും. ഞാൻ ഇന്നത് പറഞ്ഞ് ചെയ്യുമ്പോൾ ഒരുപാട് നീളവും. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ. സോ ഗൈസ്, ഞാൻ ബൈ പറഞ്ഞു പോയിട്ടും വീണ്ടും വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഇത് ഏത് ആപ്പിലാണ് ഇത് എഡിറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ പറയാൻ വിട്ടുപോയി ഗൈസ്. ഓക്കെ, ഫുൾ വീഡിയോ കഴിഞ്ഞായിരുന്നു, ഞാൻ പറയാൻ വിട്ടുപോയി. ഇത് പിക്സാർട്ട് ആപ്പിലാണ് ചെയ്യേണ്ടത്. പിക്സാർട്ട് ഫോട്ടോ എഡിറ്ററിലാണ് ഇത് ചെയ്യേണ്ടത്. ഓക്കെ, അതിൻ്റെ ആപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടിക്കോളും. പ്ലേ സ്റ്റോറിൽ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. പിക്സാർട്ട് എന്ന് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കിട്ടുന്നതായിരിക്കും. ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്നതായിരിക്കണം. ഓക്കെ, അറിയാമായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ടാറ്റ. ഇനി ഞാൻ വരില്ല. ഓക്കെ.